ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം പൂജാ പരിഹാരങ്ങളിലൂടെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുന്നില്ല, എന്തുകൊണ്ടായിരിക്കാം? അപ്പം നമ്മുടെ ശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ അത് ചെയ്യുമ്പോഴല്ലേ ഗുണമുണ്ടാവുകയുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ നിഷ്കർഷിച്ചു പോരേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു പൂജ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക. ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. പൊതുവെ ഏത് പൂജ ചെയ്യുകയാണെങ്കിലും ചെറിയൊരു നിറമാല കഴിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള ചെറിയൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ അത്യാവശ്യം നിർബന്ധപൂർവമായിട്ട് അനുശാസിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ എന്തൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള ജ്ഞാനം നമ്മളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം അതിന് വേണ്ടത് എന്താണ്? ശ്രദ്ധയാണ്. അപ്പോൾ നമ്മൾ എത്ര വലിയ വലിയ പൂജകൾ ചെയ്യുകയാണെങ്കിലും അത് ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ പൂജാരി നല്ല രീതിയിലായിരിക്കും ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവണം. നമ്മുടെ ഒരു ആത്മസമർപ്പണം അവിടെ ഉണ്ടാവണം. അപ്പോഴാണ് അത് റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ പേരിലൊരു പൂജയൊക്കെ ചെയ്തു, പക്ഷെ നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ എനർജി റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം ആദ്യം അതിൽ ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ വെച്ചിട്ടുള്ളൊരു ഹോമം നടത്തുമ്പോൾ ഇന്നത്തെ ജ്ഞാനമൊന്നും അന്നില്ലാത്തത് കൊണ്ട് എന്നൊരു സഹസ്രനാമം വായിക്കുക, സന്ധ്യാനാമം ജപിക്കുക എന്നുള്ളതിനുപരി എന്താണ് ഭഗവാൻ എന്നുള്ളതും നമ്മുടെ ശാസ്ത്രം എന്താണെന്നുള്ള അറിവ് ശരിയായിട്ട് ലഭിക്കാത്തൊരു പ്രായം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കണം? ഹോമമൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പൂജാരിയുടെ തന്നെ നല്ല വഴക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ, അവരെ ഭയന്നുകൊണ്ട് മൗനമായിട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ ശാസ്ത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ജ്യോതിഷമാണെങ്കിലും അതുപോലെയുള്ള നമ്മുടെ സനാതനധർമ്മത്തിലെ ശാസ്ത്രങ്ങളൊക്കെ വായിക്കാൻ കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മളൊരു പൂജയ്ക്ക് കൊടുക്കുകയാണ്, ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിഷ്കർഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത്, ആ കുടുംബം എന്ന് പറയണത് കുലദേവതാ പ്രീതിയും പിതൃപൂജയും വളരെ ഭംഗിയായിട്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കുലദേവതയെ പോയിട്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പ്രത്യേക ചടങ്ങ് നടത്താനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതിന് മുമ്പൊന്ന് കുലദേവതയുടെ പ്രീതി ഉണ്ടാക്കുക. സപ്പോസ് അതിന് സാധിച്ചില്ലെങ്കിൽ ആ ഒരു പൂജ കഴിഞ്ഞതിന് ശേഷമെങ്കിലും നമ്മൾ ആ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് വർഷത്തിൽ ഒരു തവണ ഉള്ള പിതൃപൂജ ചെയ്യേണ്ടതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങളും ഏതൊരു കുടുംബത്തിലാണോ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തു പോണതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അച്ഛന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണോ പിതൃകർമ്മം എന്ന് ചോദിച്ചാൽ അല്ല. ഋഷീശ്വരന്മാർക്കും ഈ മാനവരാശികൾക്ക് എല്ലാവർക്കും നമ്മുടെ 7 തലമുറയിലുള്ളവർക്കൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇപ്പോൾ കാശി പോലെയുള്ളവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പിതൃകർമ്മം ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ കർമ്മം ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ട് കരുതണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മളത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. നമ്മളൊരു പൂജയ്ക്കായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? നമുക്ക് കാലൊക്കെ കഴുകാനായിട്ട്, കൈയും കാലും ഒക്കെ കഴുകാനായിട്ട് പൈപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ശുദ്ധമാക്കിയതിന് ശേഷമായിരിക്കണം. അതേസമയം ചിലവർ കണ്ടിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് തലയിൽ ഒഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്, തല തൊടരുത് എന്നുള്ളതാണ്. കൈകാലുകൾ മാത്രം നല്ല ശുദ്ധമാക്കിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ദേവത എന്ന് പറയുന്നത് ആരുണ്ടാവും? വിനായകനുണ്ടാവും.
അപ്പോൾ ഒരു കറുകമ്പുല്ലോ അങ്ങനെ എന്തെങ്കിലും ഗണപതിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവിടെ നമ്മൾ എടുത്തു വെച്ച് കൊടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ വലത് കയ്യിൽ ഒരു തേങ്ങയും വെച്ച് ഒരു പ്രദക്ഷിണം, ഗണപതിക്ക് എന്ന് പറയുന്നത് ഒരു പ്രദക്ഷിണമാണ്, അപ്പോൾ ഒരു പ്രദക്ഷിണം വെച്ച് നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഗണപതിക്കാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. എന്താണോ, എന്തുദ്ദേശിച്ചാണോ നമ്മൾ ഈ പൂജ ചെയ്യാൻ പോകുന്നത് അത് വളരെ മംഗളകരമായിട്ട് പര്യവസാനിക്കണമെന്നും നമ്മുടെ ആഗ്രഹം സഫലീകരിക്കണമെന്നും അവിടെ ഗണപതിക്ക് മുമ്പിൽ നമ്മൾ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. മേലെ അവിടെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ ദേവന്മാരെ എല്ലാം തൊഴുതു നമ്മൾ പൂജയ്ക്ക് ഇരിക്കുക. അപ്പോൾ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വൈകുന്നേരമാണ് നമ്മുടെ പൂജ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ വസ്ത്രം, ആ വസ്ത്രം എന്ന് പറയുന്നത് ഒരു പുതിയ വസ്ത്രമൊക്കെ ധരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യാത്ര ചെയ്തിട്ട് മുഷിഞ്ഞിട്ടുള്ള ഒരു വസ്ത്രം കൊണ്ടായിരിക്കണം നമ്മൾ അവിടെ ഇരിക്കണത് എങ്കിൽ അത് അത്ര ശുഭകരമായിട്ടുണ്ടാവില്ല. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ നീറ്റായിട്ട് പുതിയൊരു വസ്ത്രമൊക്കെ ധരിച്ചതിന് ശേഷം, പുതിയ വസ്ത്രം അല്ലെങ്കിൽ അലക്കി വെച്ച വസ്ത്രം ധരിച്ചതിന് ശേഷം പൂജയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വരണതിന് മുമ്പ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭിക്ഷക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകരുത്. പൂജ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെയാണ്, നേരെ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഭിക്ഷക്കാരൊക്കെ ഉണ്ടാവും. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ഭിക്ഷക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആഗ്രഹ സഫലീകരണത്തിനാണ്, ഒരു പ്രത്യേക പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് എങ്കിൽ ഇങ്ങനെ ആർക്കും തന്നെ ഭിക്ഷ കൊടുക്കരുത് എന്നുള്ളതാണ്. അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും ഈ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, ഇതുപോലെയുള്ള ഭിക്ഷക്കാർക്ക് എന്തെങ്കിലും പണമായാലും ആഹാരമായാലും ഒന്നും കൊടുക്കരുത് എന്നുള്ളതാണ്. ആ പൂജയിൽ പ്രത്യേകിച്ചൊരു പൂജ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, പ്രധാനപ്പെട്ട ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സങ്കല്പം വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആ പൂജ കഴിഞ്ഞതിന് ശേഷം, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പൂജയ്ക്ക് പങ്കെടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ്, അതുപോലെ തന്നെ പൂജ കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ മദ്യം, മാംസം, മൈഥുനം ഇത് ഒഴിവാക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും നല്ലൊരു പൂജയിലൂടെ നമ്മൾ നല്ലൊരു എനർജി റിസീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരവും അതിനനുസരിച്ച് റെഡി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ നെയ്ദീപം വെക്കുന്നതാണ്. ഇപ്പോൾ ദീപം വെക്കുകയാണെങ്കിൽ നെയ്ദീപം വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും വെച്ചിട്ടുള്ള ദീപത്തിൽ നിന്ന് നമ്മുടെ ദീപം പകർത്തുക എന്നൊക്കെ ഉള്ളത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ തീപ്പെട്ടി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വെക്കുക, കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ നമ്മളവിടെ പൂജയ്ക്കായിട്ട് സമർപ്പിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്ലാസ്റ്റിക് ബാഗ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. പിത്തള പാത്രങ്ങളാവാം, അല്ലെങ്കിൽ വെള്ളിയുടെ പാത്രങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, അല്ലെങ്കിൽ കൂട പോലെയുള്ള സാധനങ്ങളിലായിരിക്കണം. പഴങ്ങളോ പൂക്കളാവാം, മാലയാവാം, ഇങ്ങനെയുള്ളത്, പഴങ്ങൾ, ഇതെല്ലാം നമുക്ക് സമർപ്പിക്കാം. അത് നമ്മുടെ യഥാശക്തി പോലെ. അത് ഞാൻ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ദക്ഷിണയും ആചാര്യന് കൊടുക്കുക. പൂജാരിക്ക് നല്ല ദക്ഷിണ കൊടുക്കണതിലും നമ്മൾ വൈമനസ്യം കാണിക്കരുത് എന്നുള്ളതാണ്. പിന്നെ ഒരു കാരണവശാലും നമുക്ക് എത്ര വലിയ ദോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കടം വാങ്ങിയിട്ട് പൂജ ചെയ്യുന്നതിനോട് ശാസ്ത്രം അനുകൂലമായിട്ട് പറയുന്നില്ല. യഥാശക്തി വഴിപാട്, അല്ലേ, യഥാശക്തി വഴിപാട് എന്നാണ് പറയുന്നത്. നമ്മുടെ കഴിവിനനുസരിച്ച് അവിടെ ഭഗവാന് നമ്മൾ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ വജ്രമോ അങ്ങനെയൊന്നുമല്ല ഭഗവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആ ഒരു ഡെഡിക്കേഷനാണ്, ആ ഒരു ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. ആ അകമഴിഞ്ഞ ഭക്തിയിൽ തീർച്ചയായിട്ടും ഭഗവാൻ പ്രസാദിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും 50,000-ന്റെ 1,00,000-ന്റെ പൂജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കടം വാങ്ങിയിട്ട് പൂജ ചെയ്യരുത് എന്ന് നമ്മുടെ ശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഓർക്കണം. നമുക്ക് എന്താണോ നമ്മുടെ കഴിവിലുള്ളത്, നമ്മുടെ കയ്യിൽ എന്താണോ എടുക്കാനുള്ളത് അത് സമർപ്പിച്ചിട്ട് നല്ല രീതിയിലുള്ള ആ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ആ ഗുണം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിനായിട്ടുള്ള ഡയറ്റിയൊക്കെ നമ്മൾ തൊഴുതിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ എന്താണ്, കൊടിമരം കാണാറുണ്ട്, അല്ലേ? അപ്പോൾ കൊടിമരം എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം അവിടെ ഉണ്ട്. നമ്മൾ എന്താണോ ഗണപതിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതേ പ്രാർത്ഥനയായിരിക്കണം കൊടിമരത്തിലെത്തുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ വടക്കോട്ട് നോക്കിയിട്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്താണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളത്
അവിടെ സമർപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു 5 നിമിഷമോ 10 നിമിഷമോ അവിടെ ധ്യാനത്തിലിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോൾ തന്നെ എന്തുണ്ടാവണം, നമ്മൾ മൗനമായിട്ടിരിക്കുക, മനസ്സിൽ നാമമന്ത്രങ്ങൾ ജപിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ മഹാദേവൻ്റെ ആണെങ്കിൽ നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കാം. മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ നാമങ്ങൾ മാത്രമായിരിക്കണം ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടത്. അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുക. ഈ 2 ഓപ്ഷനിലല്ലാതെ അവിടെ സംസാരം എന്നുള്ളത് പാടില്ല. അപ്പോൾ എന്താണ് വഴിപാട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ അതാണ്. വഴിപാട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വഴി കാണിച്ചു തരികയാണ്, നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ടാണ് ഇത്തരം പൂജാ കാര്യങ്ങളിലൂടെ സാധിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നാമജപത്തിലൂടെ സാധിക്കാത്ത പല കാര്യങ്ങളും പൂജയിലൂടെ സാധിക്കും. അപ്പോൾ ആ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷൻ ആണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ആ സങ്കല്പം വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഉടനെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. നമ്മുടെ 1 വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ദിവസം ആണ് നമുക്ക് അനുഗ്രഹം തരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 1 വർഷമെങ്കിലും കാത്തിരിക്കണം. ഉടനെ റിസൾട്ട് വേണം എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളെപ്പോഴും ഭഗവാനെ മനസ്സിൽ താലോലിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഒരു നാൾ ഭഗവാൻ നമ്മുടെ വിളി കേൾക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ വിളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ശുഭാപ്തി വിശ്വാസത്തോടെ. നന്ദി, നമസ്കാരം.